ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കി നിർത്താൻ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലടക്കം സജീവമായി പങ്കെടുക്കണമെന്ന് തരൂരിനെ രാവിലെ വീട്ടിലെത്തി കണ്ട വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഒറ്റ പാർട്ടിയെ തന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ശശി തരൂർ പ്രതികരിച്ചു. കേരള നേതൃത്വവുമായി സ്വരച്ചേർച്ചയിലല്ലാതിരുന്ന ശശി തരൂർ വീണ്ടും സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേരളത്തിൽ വീണ്ടും സജീവമാകാൻ തരൂർ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തരൂരിനെ പൂർണ്ണസമയം ഇറക്കാനാണ് സംസ്ഥാന കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ശശി തരൂരിന്റെ വീട്ടിലെത്തി രാവിലെ പ്രതിപക്ഷ നേതാവ് കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിശദമായി ഇരുവരും ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകണമെന്ന് തരൂരിനോട് സതീശൻ ആവശ്യപ്പെട്ടു. പൂർണ്ണസമയം ഉണ്ടാകുമെന്നായിരുന്നു തരൂരിന്റെ മറുപടി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലടക്കം തരൂർ പങ്കാളിയാകും. വിവിധ മേഖലകളിലെ പ്രമുഖരുമായി തരൂരിന്റെ സംവാദം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തരൂർ കോൺഗ്രസ് വിട്ടുപോകുമെന്ന വി ശിവൻകുട്ടിയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇതായിരുന്നു. ഈ ഒറ്റ പാർട്ടിയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇതാണ് ആ പാർട്ടി. ഇത് 18ാമത്തെ വർഷം തുടങ്ങുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDF-ൻ്റെയും ഒരു നല്ലൊരു വമ്പിച്ച ഭൂരിപക്ഷം കാണട്ടെ നിയമസഭയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി സംസാരിച്ച പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മോദി സർക്കാരിനെ പുകഴ്ത്തുന്ന പ്രതികരണങ്ങൾ തരൂരിൽ നിന്ന് ഉണ്ടാകില്ലെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. മീഡിയ 1 തിരുവനന്തപുരം.